സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെ വിതരണവും ഈ മാസം നേരത്തെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഉണ്ടെങ്കിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂറായി തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഈ മാസം 19-ാം തീയതിക്ക് മുൻപ് തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം നടക്കുന്നതുമായിരിക്കും. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നത് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ തുക മുടങ്ങാതെ തന്നെയാണ് ലഭിച്ചു വരുന്നതും. ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് നൽകുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സർക്കാരിന് 5 കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 കുടിശ്ശിക ഇപ്പോൾ നൽകി കഴിഞ്ഞു. മെയ് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടെ 3200 രൂപ വീതമാണ് വിതരണം ചെയ്തത്. ഇനി 2 ഗഡു പെൻഷൻ കൂടിയാണ് വിതരണം ചെയ്യാനുള്ളത്. ഈ പെൻഷന്റെ വിതരണവും അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ പെൻഷൻ കുടിശ്ശിക നൽകുമെന്നാണ് കരുതുന്നത്. നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. ഇതിനു മുമ്പായി കുടിശ്ശികയായ 3200 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നവർക്ക് 1600 രൂപ വീതമാണ് നൽകുന്നത്. ഈ മാസവും 1600 രൂപ വീതമായിരിക്കും പെൻഷനായി നൽകുക. ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുകയാണെങ്കിൽ ജൂൺ മാസം 3-ാം ആഴ്ചയിൽ ഇതിന്റെ വിതരണം ഉണ്ടാകും. ഇല്ല എങ്കിൽ സാധാരണ രീതിയിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വാർഷിക മസ്റ്ററിംഗ്. വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24-ാം തീയതി വരെയാണ് സമയമുള്ളത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതും. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. മസ്റ്ററിംഗ് എന്നത് നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തില്ല എങ്കിൽ പെൻഷൻ വിതരണത്തിൽ തടസ്സമുണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും തന്നെ കൃത്യസമയത്ത് ചെയ്യുക. 2 മാസത്തെ സമയപരിധി ഉള്ളതിനാൽ സമയമനുസരിച്ച് വാർഷിക മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അതിനാൽ എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടതാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24-ാം തീയതി വരെയാണ് സമയമുള്ളത്.